ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് ഡയന എന്നുള്ളവരുടെ വിശേഷം. അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൺകുട്ടീനെ ആരും അന്വേഷിക്കരുത്, ആദ്യം സ്കൂളിലോട്ട് പോയി. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് കുക്കിങ്ങേ ഉണ്ടായിരിക്കില്ല കേട്ടോ, കാരണം ഗ്യാസ് തീർന്നിട്ട് 2 ദിവസമായി. അപ്പോൾ നമ്മൾ വേറെ അല്ലറ ചില്ലറ പരിപാടികളും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാൻ മറക്കരുത്, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എല്ലാ വീഡിയോസിൻ്റെയും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ ചാനൽ നമ്മൾ ഗിവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. മന്ത്ലി ഗിവ് അവേ ആണ്. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് നിന്നാലാണ് നമുക്ക് വരും മാസങ്ങളിലും അത് കണ്ടക്ട് ചെയ്യാൻ ഒരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട റൂൾസ് ഭയങ്കര സിമ്പിളാണ്. ഒരു മാസത്തെ ഗിവ് അവേയിൽ ഒരു മാസത്തിലിടുന്ന എല്ലാ ഷോർട്സിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഷോർട്സിലും കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും വിന്നറായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ റിലേറ്റഡ് വീഡിയോസിൽ കൊടുക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ വഴിയുള്ള നമ്മൾ ഷോർട്സിലൊക്കെ കാണിക്കും. ബ്രഷ് ചെയ്യാട്ടോ. ആദ്യം ഞാൻ എൻ്റെ ബ്രഷൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചിരുന്നത്. പിറ്റേ ദിവസം നമ്മൾ ബ്രഷ് ചെയ്യാൻ എടുക്കുന്ന നേരത്ത് ചെറിയൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാക്കൂട്ടോ. ഈ പാറ്റ് നിൽക്കിയ സ്മെല്ല് അങ്ങനത്തെയൊക്കെ കഴുകിയാലും അത് പോവലില്ല. ഇപ്പോൾ ഈ ഒരു ബ്രഷ് കേസ് വന്നിട്ട് ആമിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ എല്ലാവരുടെ ബ്രഷും ഇപ്പോൾ അതിനകത്താണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കും. ഈ പാറ്റ പല്ലി നക്കട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അങ്ങനത്തെ ഒരെണ്ണം വേണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ബ്രഷൊക്കെ ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് കേസിൽ എടുത്ത് വെക്കാനായിട്ട് നോക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ചെറിയൊരു സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാലത്ത് തന്നെ എണീറ്റിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒരു അലോവേര ജെല്ലിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അപ്പോൾ ഞാൻ വേറെ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിലും ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അലോവേര ജെല്ലിട്ട് കൊടുക്കും. ഹിമാലയയുടെ ആണ് ഇട്ടത്. പിന്നെ ഒരു ലിപ് ബാം, അതും ഹിമാലയയുടെ. ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സൺസ്ക്രീൻ, ഇത് മാമാ എർത്തിൻ്റെ ആണ് കേട്ടോ. കുറച്ചിടുന്നുള്ളൂ, വീട്ടിൽ നിൽക്കുന്നല്ലേ ഉള്ളൂ, പുറത്തൊന്നും പോകാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു സൈസ് എടുത്തിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു. പിന്നെ ഇത് കെമിസ്റ്ററ്റ് പ്ലേയുടെ ഒരു പിഗ്മെൻറ്റേഷൻ റോളോണാണ്. ഇത് നമ്മൾ ഫസ്റ്റ് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. വലിയ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾക്ക് ചെറിയ മാറ്റമൊക്കെ തോന്നുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ 2 കൂടെ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. 3 ബോട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് അവസാനം റിവ്യൂ പറയുന്നതാണ് കേട്ടോ. മെബിലൈൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ചെറിയ 2 ഷോർട്സ് കൂടെ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാമെന്ന് വിചാരിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഗ്യാസ് തീർന്നുകൊണ്ട് തന്നെ തട്ടിക്കൂട്ട പരിപാടികളാണ്. അവലൂസ് പൊടി, നേന്ത്രപ്പഴം. എനിക്ക് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ. അത് നല്ലൊരു നാടൻ പലഹാരമാണല്ലോ. ഞാൻ കുഴച്ച് കഴിച്ചു. പിന്നെ നമുക്ക് ലഞ്ചിനായിട്ട് കുറച്ച് ഓട്സ് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഗ്യാസ് തീർന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ ശരിക്കും പെട്ടുപോയത് ചായയും കാപ്പി ഉണ്ടാക്കാൻ പറ്റാത്തതിലാണ്. എനിക്കതൊരു അഡിക്ഷനാണല്ലോ. അതിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഗ്യാസ് കിട്ടാൻ ടൈം എടുക്കും. വിശപ്പ് എത്രത്തോളം പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്വേറിയത്തിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഫിഷ് ചത്തു പോയിട്ട്, ഒരു ഏഞ്ചൽ ഫിഷ് ചത്തു. നമ്മളതിനെ കുഴിച്ചിട്ടു ഗൈസ്. ഓക്സിജൻ കിട്ടാത്ത പ്രശ്നമാണ്. നമ്മൾ വാങ്ങിയൊരു വാട്ടർ പ്ലാന്റ് ആകെ ചീഞ്ഞു പോയിട്ടാണ്. പിന്നെ ആകെ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും ഇതിൽ കുറേ കാശ് ചിലവാക്കിട്ടോ. നമ്മുടെ മണിക്കൂട്ടൻ്റെ സജഷൻ പ്രകാരം ഒരു ഓക്സിജൻ കിട്ടുന്ന ഒരു മോട്ടർ, പിന്നെന്താ കുറേ പെബിൾസ്, വേറെ മിക്സഡ് കളർ വരുന്ന പെബിൾസും ഫുഡും ഒക്കെ മാറ്റി മാറ്റി വാങ്ങിയിട്ടോ. അവൻ ആദ്യം ഒരു ചെറിയ ഗപ്പി ഫാമൊക്കെ നടത്തിയിരുന്നില്ല. അപ്പോൾ അവന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം. ആദ്യം നമ്മൾ വാങ്ങി അവർ തന്ന ഫുഡ് വിറ്റുങ്ങൾ തീരെ കഴിക്കണില്ല, വേസ്റ്റായി പോയിരുന്നു. ഇപ്പോൾ വാങ്ങിയത് ഫ്ലേക്സ് ആണ് കേട്ടോ. അത് കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഓക്സിജനൊക്കെ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. ഞാൻ 2 തവണയൊക്കെ വെള്ളമൊക്കെ മാറ്റി. ഇപ്പോൾ ഇത് വാങ്ങിയപ്പോൾ അതും കൂടെ ഒരു പണിയായിട്ടുണ്ട് എനിക്ക്. ആമീരെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞാലും ഇതിനും നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ടു നടക്കണം കേട്ടോ. വെള്ളം 2 ആഴ്ചയിൽ ഒരിക്കലും മാറ്റിയാൽ മതി എന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഒരു ലോഡ് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ TV ഒക്കെ കണ്ട് ആസ്വദിച്ച് കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ കൂടെ മടക്കിയത്. അങ്ങനെ എല്ലാം ഷെൽഫിലെടുത്ത് വെച്ചു. പിന്നെ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ സ്റ്റോറേജ് ബാഗുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. നല്ല നീറ്റായിട്ട് നമ്മുടെ കബോർഡിൽ ഡ്രസ്സുകൾ ഇരുന്നോളും. ഓരോ സെക്ഷൻ ആക്കിയിട്ട് ഓരോന്നിൽ എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ പിന്നെ ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുർത്തിയാണ് കേട്ടോ. എനിക്ക് ഇനി എല്ലാം എൻ്റെ ആകെ നരച്ച് കേടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയത് 3 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഷോർട്സ് ഇടും കേട്ടോ, വഴിയേ വരും. അപ്പോൾ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കബോർഡിൽ നല്ല നീറ്റായിട്ട് ഓരോ ഭാഗത്തും ഓരോ ടൈപ്പ് ഡ്രസ്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ പറയാറില്ല, ഹ്യൂമിഡിറ്റിയുടെ ഇഷ്യൂസ് കാരണം ഇങ്ങനെ എടുത്ത് വെച്ചാലേ അത് എൻ്റെ ഡ്രസ്സുകളൊന്നും കേടുപാട് കൂടാണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി കിച്ചൻ്റെ ഈ ഒരു സെക്ഷൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. കുറേ നാളായി ഇതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ആ പരിപാടിയിലോട്ട് കടക്കാം കേട്ടോ.
നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റഗ് ഞാൻ കൗണ്ടർ ടോപ്പിന് മേലെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഒരെണ്ണം ടേബിളിന് മേലെയും കിടപ്പുണ്ട്. ആദ്യത്തെ വാങ്ങിയിട്ട് നല്ലപോലെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ രണ്ടാമത് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അത് ഇടുമ്പോൾ ശരിക്കും എന്താ പറയുക, ആ ലുക്ക് തന്നെ കിച്ചണിൻ്റെ മാറുന്നുണ്ട്. ശരിക്കും നല്ല മെന വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടാ. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാൻ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ എഴുതാനുണ്ടായിരുന്നു, അതും നമ്മളിട്ടു. ചില ദിവസം ഉണ്ടല്ലോ ഞാൻ ഈ ഡിറ്റർജൻറ്റ് പൗഡർ വെള്ളത്തിലൊക്കെ കലക്കി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഇത് തുണി വാഷ് ചെയ്ത് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് ഇരിക്കാറുണ്ട്, അത് ഒഴിവാക്കാനായിട്ട്. പക്ഷെ നല്ല മടിയുള്ള ദിവസങ്ങളിൽ ഞാനിതുപോലെ വാരിക്കോരി ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ട് വെക്കും. അങ്ങനെ അത് കഴുകാനിട്ട് വന്ന് നമ്മൾ നേരെ സ്മൂത്തി ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്, നേരെ ഉച്ചയാവാറായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഭയങ്കര ടയേർഡാണ് കേട്ടോ. തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോഫിയൊന്നും കിട്ടാത്തതിൻ്റെ ആയിരിക്കും. ഇതുവരെ നമ്മൾ കണ്ടത് ഹെൽത്തി പാർട്ടായിരുന്നു സ്മൂത്തിയുടെ. ഇനി അൺഹെൽത്തി ആക്കാനായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ കുത്തി നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നൊരു മൂവി കണ്ട് തീർത്തോട്ട്, ഒരു തെലുങ്ക് മൂവി റീമേക്ക് ചെയ്താണ് മലയാളത്തിൽ. അത് നമ്മൾ തുടി മണക്കണ സമയത്ത് കണ്ട് തീർത്തു ഗൈസ്. ഇനി അടുത്തത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പലും അതിൻ്റെ ഇടയ്ക്ക് മുണുങ്ങലും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും കുറേ തപ്പി നമുക്ക് കിട്ടിയത് ഒരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്ക് തന്നെയാണ് കേട്ടോ. ഒരു പണ്ടത്തെ പടമാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിലാക്സ് ചെയ്യണമല്ലോ, എപ്പോഴും പണിയായി ശരിയാവില്ലല്ലോ. അങ്ങനെ ആ മൂവി പകുതി വരെ കണ്ടിട്ട് ഞാൻ പിന്നെ പോയി 2 വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു, 2 ഷോർട്സ് എടുത്തു. പിന്നെ നേരെ വന്നിട്ട് നമ്മൾ ചെരുപ്പ് കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ എഴുതാനായിട്ട് ഒരാവശ്യത്തിന് പോയി വാങ്ങിയതാണ്. ഓഫ് വൈറ്റ് ക്ലോക്സ് ഒക്കെ കണ്ടോ, ഓഫ് വൈറ്റ് ലൈറ്റ് പിങ്ക് ഒക്കെ ആകെ ചെളി പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ക്ലോക്സ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ആ പെയിൻ്റാണ് കേട്ടോ. അതിൽ ഫുള്ള് പെയിൻറ്റ് തട്ടിപ്പോയിരിക്കുകയാണ്. നമ്മളൊരു ഷോപ്പിൽ അക്രിലിക് പെയിൻറ്റ് വാങ്ങാൻ പോയതാണ്. ആരോ ഒരു കുപ്പി എടുത്തിട്ട് ഒരു പിങ്ക് കുപ്പി തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ബോക്സ് മേലത്തെ എടുത്തപ്പോൾ താഴത്തെ ആ ഒരു സംഭവം വീണ് എൻ്റെ പാൻറ്റിലും അതുപോലെ ഈ ഒരു ക്ലോക്സിലൊക്കെ ആകെ ആയിട്ടാണ്. അങ്ങനെ അതൊക്കെ കൂട്ടി വെച്ചു. അത് താഴ്ന്നിരിക്കണമെങ്കിൽ ഒരു വെയിറ്റ് വെക്കണമായിരുന്നു, അപ്പോൾ വെയിറ്റൊക്കെ വെച്ച് അത് കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്, നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ അൽറേബിയിൽ നിന്ന് മന്തി ഓർഡർ ചെയ്തു കേട്ടോ. ക്വാർട്ടറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് എനിക്കിപ്പോൾ കഴിക്കാനും രാത്രിക്കലേക്ക് കഴിക്കാനും ഒക്കെ ഉണ്ടാവും കേട്ടോ. 3 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാകും. ഞാൻ റൈസ് അങ്ങനെ കുറേ കഴിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലാത്തവർക്ക് ഇത് തികയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ റൈസ് ഒരുപാട് കിട്ടാറുണ്ട് കേട്ടോ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ. ഇതന്നെ എനിക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേ വാരി എടുത്തിട്ടാം. ഇന്ന് പണിയെടുത്ത് മല മറിക്കണം, തലകുത്തി മറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ശരിക്കും നടന്നില്ല കേട്ടോ. ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒക്കെ ഞാൻ വിചാരിച്ചു, ഒന്നും നടന്നില്ല. തീരെ ഉഷാറുണ്ടായിരുന്നില്ല, ഇന്ന് ഭയങ്കര മടിയായിരുന്നു. ഏതായാലും ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞു, അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ബെൽ ബട്ടൺ നിൽക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.